അനീഷിൻ എന്ന മത്സരാർത്ഥിയെപ്പറ്റി നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഗെയിമർ, സത്യം പറഞ്ഞാൽ ഈ സീസൺ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മനോഹരമായൊരു ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലൊരു സാധനമാണ് അനീഷ് ഇന്ന് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടാസ്ക് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം കൂടെ തീരുമാനിച്ചു 3 പേരെ തിരഞ്ഞെടുക്കുന്നു: അനീഷ്, ആര്യൻ, ജിഫേൽ. അപ്പം ധൈര്യപൂർവ്വം ഇത് പങ്കെടുക്കാമെന്ന് അവർ പറയുന്നുണ്ട്. എന്ത് കാര്യവും ചെയ്യാനും അവർ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ടാസ്ക് തുടങ്ങി കഴിയുമ്പം ഈ കാര്യങ്ങളൊന്നും ഇവർ കണ്ടില്ല എന്നുള്ളതാണ്. അനീഷാണ് ആദ്യത്തെ കാർഡ് എടുക്കുന്നത്. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നു: ഇപ്പോൾ മുതൽ ഈ സീസൺ തീരുന്നതിന് വരെ നിങ്ങൾ മിണ്ടാൻ പാടില്ല. ആ ടാസ്ക് അനീഷ് അങ്ങ് ഏറ്റെടുക്കുക. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട്, ആര്യൻ്റെ കാർഡ് കിട്ടുമ്പം പറയുന്നുണ്ട്, അനീഷ് ഒന്ന് വായിച്ചു കൊടുക്കുക. 3 പ്രാവശ്യം പറഞ്ഞിട്ടും അനീഷ് അനങ്ങിയില്ല. അനീഷ് ആ ടാസ്ക് അങ്ങ് തുടങ്ങി. കാരണം ഇനിയും മുതൽ നിങ്ങളും മിണ്ടാൻ പാടില്ല. വായും മൂട്ടി ഒറ്റ ഒരു നിൽപ്പാണ്. ഇത് എനിക്ക് തോന്നുന്നു വായും മൂട്ടി നിൽക്കാൻ വേണ്ടി അനീഷിനെ വേറെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 2 കിട്ടിയത്, ഒന്ന് തലമുണ്ടനം ചെയ്യുക, മറ്റൊന്ന് ജ്യൂസ്. ഈ 2 കാര്യങ്ങളിൽ ആരേറ്റെടുക്കും തലമുണ്ടനം ചെയ്യാൻ എന്നുള്ളതാണ് പിന്നെ ഫൈറ്റ്. അത് ജിഫയിലുണ്ട്, ആര്യനുണ്ട്. 2 പേരും തമ്മിൽ ഫൈറ്റായി. അനീഷിനോട് മിണ്ടാൻ പറയുന്നുണ്ട്, അനീഷ് മിണ്ടുന്നില്ല. അനീഷ് ആദ്യമേ തന്നെ വായ്മൂട്ടി അങ്ങ് ഇരിക്കുകയാണ്. അത് അനീഷ് സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ബിഗ് ബോസ് പറയുന്നുണ്ട് 3 പേരും കൂടെ ചർച്ച ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടും അനീഷ് മിണ്ടുന്നില്ല. അനീഷ് മിണ്ടുന്നതേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാവരും കൂടെ അങ്ങ് തർക്കമായി, ഭയങ്കര ബഹളം. അവരങ്ങോട്ടായി, ഇടിയായി, ബഹളമായി, എല്ലാമായി. ആര്യന് തലമുണ്ടനം ചെയ്യാൻ വയ്യ, ജിഫേലിനും വയ്യ. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. ഏതായാലും ടാസ്ക് അവസാനിച്ചപ്പോഴത്തേന് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അനീഷ് അന്നേരമാണ് വാ തുറന്നത്. അനീഷ് വാ തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ബഹളത്തിലൊന്നും അനീഷ് പങ്കാളിയായില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലായിരുന്നെങ്കിൽ അനീഷും കൂടെ ചേർന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ അനീഷ് തലമുണ്ടനം ചെയ്താൽ മതിയെന്ന് ഇവർ 2 പേരും കൂടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം പറഞ്ഞേനെ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു, ഈ ബഹളത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. അതുപോലെ തന്നെ ടാസ്ക്, ഈ ലെറ്റർ വായിക്കുമ്പോൾ മുതൽ ഇപ്പോൾ മുതൽ നിങ്ങൾ വാ മൂടണം എന്നാണ് പറഞ്ഞത്. അത് ഈ സീസൺ തീരുന്നിടം വരെ വാ മൂടാൻ അനീഷ് തയ്യാറായി. വളരെ മനോഹരമായ ഒരു ടാസ്കല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അനീഷിനെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. അനീഷിനെ പിന്നെ പറയാം. അനീഷ് പിന്നെ പറയുന്നുണ്ട് അതിനെപ്പറ്റി. കാരണം ഇത് 7ന്റെ പണി കിട്ടുന്ന സീസണാണ്. ഇപ്പോൾ മുതൽ നിങ്ങൾ വാ മൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് പറഞ്ഞാലും ഞാൻ വാ തുറക്കേണ്ട കാര്യമില്ല. പിന്നെ ബിഗ് ബോസിന് പറയാമല്ലോ, അനീഷ് എന്താ ബുദ്ധിപരമായി കളിച്ചുകൂടെ? പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അല്ലേ? അനീഷിനോട് പറഞ്ഞില്ലേ വായ മൂടാൻ? പിന്നെ അനീഷ് ഇതിന്ന് പുറത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വായ മൂടി തന്നെ ഇരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബഹളത്തിനും അനീഷ് പങ്കാളിയാകുന്നില്ല. ഈ ടാസ്കിൽ എനിക്ക് തോന്നുന്നു മികച്ച ഒരു ഗെയിമറായിട്ട് അനീഷ് വളരുകയും ചെയ്തു എന്നുള്ളതാണ്.